ഞങ്ങളെ ഇന്നേ ഗൾഫിൽ നിന്ന് വന്നിട്ട് പാർട്ടിയാണ്. കുറച്ച് വഴുകി എന്നാലും വേണ്ടില്ല. ഞങ്ങള് 7 കോഴി ചൊവ്വായിക്കുള്ള പരിപാടിയാണ്. ഒരു കോഴിയുടെ കാലും ലിവറും. കോഴി ഞങ്ങൾ മുതിർശീത വാങ്ങിയിട്ടോ. നമ്മുടെ കൊളപ്പട റോഡിനുള്ള കോഴിക്കട ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഞങ്ങൾ കോഴി വാങ്ങിയത്. ഒരു നല്ല ക്ലീൻ ആക്കി നീറ്റാക്കി തന്നത് കണ്ടോ. അപ്പൊ നമ്മൾ ആദ്യം കോഴി നല്ല ഉപ്പിട്ട് കഴുകണം, എന്നെങ്കിലേ ഇതിലുള്ള ചോരയും കാര്യങ്ങളൊക്കെ പോരുള്ളൂ. കോഴിയിലുള്ള ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഉപ്പിട്ട വെള്ളത്തിൽ വെക്കും. കോഴി നല്ല നിറവും കിട്ടും. കോഴി ഫുള്ളിന് ക്ലീനായി ഇതൊക്കെ. ചങ്കടപ്പളെ നമ്മളെ അൽഫാം ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ഞാൻ അതിന് എടുത്തിട്ടുള്ളത് ഒരു 3 തക്കാളി, 4 നാരങ്ങ, അതുപോലെ തന്നെ 2 വലിയ ഉള്ളി, പിന്നെ കുറച്ച് വേപ്പിന്റെ മല്ലിച്ചപ്പും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്തിട്ട് നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് കൂട്ടും ചെയ്യാം കുറക്കും ചെയ്യാം. ഇവിടെ എന്താ വെച്ചാൽ സെറ്റാക്കി ഐറ്റംസുകളൊക്കെ ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യാൻ മുമ്പ് കട്ട് ചെയ്ത് വെച്ച നാരങ്ങ ഞാൻ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്, അതും കൂടി അതിൽ ഇട്ട് കൊടുക്കാൻ അങ്ങോട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. പീഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നീര് ശരിക്കും കിട്ടൂല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എന്താ ചെയ്യാൻ നമ്മൾ ചമ്പട്ടിക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക, അതിന്റെ മുകളിൽ കുറച്ച് കോഴിട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. വീണ്ടും നമ്മൾ കോഴിട്ട് കൊടുക്കുക, മസാല ഇട്ട് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി വീണ്ടും ആ ചെമ്പട്ടിക്ക് തന്നെ മാറ്റി നമ്മൾ എന്ത് ചെയ്തു, അത് അവിടെ ഒരു അരമണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടി വെച്ചു. സ്റ്റാൻഡ് ഇപ്പൊ ഞാൻ കോഴി ചൂടാൻ വേണ്ടി പുതിയ ഉണ്ടാക്കിയിട്ട് അതിന്റെ അടിയിൽ മെറ്റൽ ഇട്ടു. ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് കരി കത്തിച്ചിട്ട് അതിന്റെ മുകളിൽ ഇട്ടു. അപ്പൊ അന്ത്രപാട് ഇവിടെ കോഴി ചൂടാനുള്ളതൊക്കെ ശരിയാക്കുന്നു. ഞാനും കുട്ടികളൊക്കെ പാടെ കൂടി തിരിച്ച് കത്തിച്ച് നല്ല ഉസാറാക്കി കോഴി അതിന്റെ മുകളിൽ തിരിച്ചും മറിച്ചും വെച്ചു. സംഭവം നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാരും പാടെ കൂടിയിട്ടുള്ള ഒരു പരിപാടിയാകൊണ്ട് സംഭവമാണ് വിജയ്. കൂടിയുള്ള എല്ലാരും പാടെ കൂടി പേരുടെ മേലെ കയറിയിട്ട് അടിപൊളിയായിട്ട് ചെറിയൊരു പാ. അപ്പൊ എന്താ ശരി, എല്ലാവരോടും കാണുമ്പോൾ കാണാൻ അഭിപ്രായങ്ങൾ അവരോടും പൊങ്കൊക്കെ മറക്കരുത്. ഇങ്ങനെയുള്ള കൂട്ടുകൂടലൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം തരുന്നത്.